ഓക്കെ, അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻസ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ് ആണിത്. അപ്പോൾ എന്താണ് ഡിറ്റർമിനൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു നമ്പറാണ്. ഓക്കെ, ഒരു ഡിറ്റർമിനൻ്റ് സേ എ എന്ന് പറഞ്ഞൊരു ഡിറ്റർമിനൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എ ബി സി ഡി ഒരു 2x2 മെട്രിക്സ് ആണ്. ഓക്കെ, ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് റിട്ടൺ ആസ് എ എഴുതിയിട്ട് 2 വര. ഇതിനെ മോഡുലസ് ഓഫ് എ എന്നല്ല വായിക്കുന്നത്, പകരം എന്താണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്നാണ് വായിക്കുന്നത്. ഇപ്പം എ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പോളിനോമിയലോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അതിന് മോഡുലസ് എന്ന് വായിക്കുമായിരുന്നു. നമ്പേഴ്സ് ഉള്ളൊരു മെട്രിക്സ് ആയതുകൊണ്ട് അതിനെ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്നാണ് വായിക്കുന്നത്. അത് എഴുതുന്ന രീതികളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇങ്ങനെ ഡിറ്റർമിനൻ്റ് എഴുതാം. അതിൽ എലിമെൻസിനെല്ലാം എഴുതിയിട്ട് 2 വരയ്ക്കകത്ത് എഴുതി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മെട്രിക്സുമായിട്ട് എന്താ വ്യത്യാസം? മെട്രിക്സിന് ഇവിടെ ഒരു കുനുപ്പുണ്ടായിരുന്നു അല്ലേ, പക്ഷേ ഡിറ്റർമിനൻറ്റിന് അതില്ല. അല്ലെങ്കിൽ ഡിറ്റ് എ എന്നും എഴുതാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ റെപ്രസെൻറ്റേഷൻ. ഇനി അവർ പറയുന്നത് നോക്കി, ഫോർ എ മെട്രിക്സ് ഒൺലി സ്ക്വയർ മെട്രിക്സസ് ഹാവ് ഡിറ്റർമിനൻസ്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ നമുക്ക് ഡിറ്റർമിനൻസ് പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ഒരു മെട്രിക്സിനും പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ 2x3, 3x2, 2x4 അങ്ങനെയുള്ള മെട്രിക്സ് ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് 2x2, 3x3, 4x4 അങ്ങനെയുള്ള സ്ക്വയർ മെട്രിക്സിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞു. ഫസ്റ്റ് വൺ പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 1. ഫസ്റ്റ് ഓർഡർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്താണ്? ഇപ്പം ഫസ്റ്റ് ഓർഡർ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എലമെൻറ്റ്സ് എങ്ങനെയിരിക്കും? അകത്ത് എന്തെങ്കിലും ഒരു നമ്പർ കാണും, ആ ഒരൊറ്റ നമ്പർ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള വാല്യൂ തന്നെയായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഇതിനകത്ത് ഏത് വാല്യൂ ആണെങ്കിലും അത് തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. അതായിരിക്കും ഒരു 1x1 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ്. എ മെട്രിക്സ് ഓഫ് ഓർഡർ 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഡിഫൈൻഡ് ടു ബി ഈക്വൽ ടു എ. ശരി, അടുത്തത് ഒരു 2x2 ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ എന്താണ്? അപ്പം ഡെഫിനിഷൻ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത പേജിൽ കാണിക്കാം. ഓക്കെ, ഒരു 2x2 മെട്രിക്സ് 2, 4, -5, -1. ഓക്കെ, മെട്രിക്സ് എന്ന് ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു വര കാണുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ക്ലാസ്സിൽ കുറച്ച് പേർക്ക് സംശയം ഉണ്ടായ ഒരു കാര്യമാണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കൂ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് മെട്രിക്സ് എഴുതിയിട്ട് ഈ 2 വര മാത്രം അവിടെ കിടക്കുന്നത്. കണ്ടോ, ഈ 2 വര മാത്രം കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് തരൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിലെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുക. 2 × -1. മൈനസ് എപ്പോഴും മൈനസ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ എപ്പോഴും ഇടുന്ന മൈനസ് ആണ്, ഒരിക്കലും പ്ലസ് ആക്കത്തില്ല. മൈനസ് ബാക്കിയുള്ള സാധനം എന്താ അത് എന്ന് പറഞ്ഞാൽ അടുത്ത ഡയഗണൽ 4 × -5. മെയിൻ ഡയഗണൽ മൈനസ് ഓഫ് ഡയഗണൽ 2 × -1 -2 മൈനസ് 4 × -5 എന്ന് പറഞ്ഞാൽ -20. കറക്റ്റ് അല്ലേ? അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുന്നത് ഇവിടെ എന്താവും? പ്ലസ് ആയിട്ട് മാറും. -2 + 20 ആൻസർ ഈസ് 18 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, -2 + 20 ആൻസർ ഈസ് 18. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നോക്കിയേ, ഇത് വീണ്ടും ഒരു 2x2 സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് നമുക്ക് കണ്ടു നോക്കാം. മെയിൻ ഡയഗണൽ cos θ × cos θ മൈനസ് ഓഫ് ഡയഗണൽ -sin θ × sin θ. എന്ത് വരും? ഇത് cos² θ വരും. ഓക്കെ, മൈനസ് sin θ × -sin θ എന്ന് പറയുന്നതാണ്. -sin θ മൈനസ് sin² θ അല്ലേ? മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അപ്പം cos² θ പ്ലസ് sin² θ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, നമുക്കറിയാവുന്നതാണല്ലോ. അടുത്തത് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. ഓക്കെ, സെയിം കാര്യം തന്നെ. x × x x² മൈനസ് x + 1 × x - 1 x² മൈനസ് ഇത് a + b × a - b എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റിയാണ്, നമുക്കറിയാമല്ലോ. അതെന്താണ്? a² - b² അല്ലെങ്കിൽ
എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1 1 സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 1 ബ്രാക്കറ്റ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് വരും? ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഈ മൈനസ് വീണ്ടും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം മൈനസ് ഓഫ് മൈനസ് എന്താവും? പ്ലസ് ആവും. മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസലായി പോവും. ആൻസർ കിട്ടുന്ന എന്താണ്? 1. ഓക്കെ, എളുപ്പമല്ലേ? അപ്പം ഈ ഒരു രീതിയിലാണ് പ്രോബ്ലംസ് വരുന്നത്. നമുക്ക് 2x2ൻ്റെ കുറച്ചുകൂടെ എക്സാമ്പിൾസ് പിന്നീട് ചെയ്ത് നോക്കാം. ഇനി ഞാൻ നേരെ പോകുന്നത് 3x3 മെട്രിക്സ് ആണ്. ഓക്കെ, ഒരു 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി അങ്ങോട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഈ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് 70% ക്വസ്റ്റ്യൻസും നമുക്ക് 3x3 വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 3x3 മെട്രിക്സിൻ്റെ ഫോമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മെട്രിക്സിൻ്റെ എലമെൻസിൻ്റെ മീൻസ് റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റിന് A11, ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് A12, A13, A21, A22, O23, A31, A32, A33. ആദ്യം മനസ്സിലാക്കേണ്ടത് 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യമേ ഈ മെട്രിക്സുകളുടെ എലമെൻസിന് ഒരു പ്ലേസ് സൈൻ ഉണ്ട്. പ്ലേസ് സൈൻ എന്ന് പറഞ്ഞാൽ അത് കിടക്കുന്ന പ്ലേസിന് ഒരു സൈൻ ഉണ്ട്, പ്ലസ്സോ നെഗറ്റീവോ ഒരു സൈൻ ഉണ്ട്. അത് നമുക്ക് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അത്യാവശ്യമാണ്. ഏറ്റവും ആദ്യം അറിയേണ്ടത് നമുക്ക് എന്താണ്? പ്ലേസ് സൈൻ ആണേ. അതിൻ്റെ പ്ലേസ് സൈൻ 3x3 മെട്രിക്സിൻ്റെ പ്ലേസ് സൈൻ ഇവിടെ നോക്കിയേ. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിലെ എലമെൻസിൻ്റെ പൊസിഷനുകൾ ആഡ് ചെയ്യുമ്പോൾ ഈവൻ ആണെന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ പോസിറ്റീവ് ആയിരിക്കും. ആഡ് ചെയ്യുമ്പം ഓഡ് ആണെന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ നെഗറ്റീവ് ആയിരിക്കും. ഓർക്കാൻ എളുപ്പമാണല്ലോ, അങ്ങനെ ഓർത്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ ഈവൻ ആണെങ്കിൽ ആ പൊസിഷൻ പോസിറ്റീവ് ആയിരിക്കും. ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും 1 + 1 ആഡ് ചെയ്യുമ്പോൾ ഈവൻ ആണെങ്കിൽ പൊസിഷൻ പോസിറ്റീവ് ആയിരിക്കും. ആഡ് ചെയ്യുമ്പോൾ 1 + 2 3 ഓഡ് ആണെന്നുണ്ടെങ്കിൽ പൊസിഷൻ നെഗറ്റീവ് ആയിരിക്കും. 1 + 3 പൊസിഷൻ എന്താണ്? 4 പോസിറ്റീവ്. 2 + 1 പൊസിഷൻ എന്താണ്? 3 നെഗറ്റീവ്. 2 + 2 പോസിറ്റീവ് നെഗറ്റീവ്. നിങ്ങളിപ്പോൾ തന്നെ കണ്ടു കാണും, ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പം എപ്പോഴും ഞാൻ സാധാരണ പിള്ളേർക്ക് കാണാതെ പഠിക്കാനായിട്ട് പറയുന്ന എന്താ പറഞ്ഞാൽ, ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം പ്ലസ്സിലാണ് തുടങ്ങുന്നതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ പ്ലസ് മൈനസ് പ്ലസ്, അടുത്തെന്താ? മൈനസ് പ്ലസ് മൈനസ്, അടുത്തെന്തായിരിക്കും? പ്ലസ് മൈനസ് പ്ലസ്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ പൊസിഷനുകൾ വരുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായോ? പ്ലസ് മൈനസ് പ്ലസ്, മൈനസ് പ്ലസ് മൈനസ്, പ്ലസ് മൈനസ് പ്ലസ്. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് പിടികിട്ടി. ഓരോ പൊസിഷനുകൾക്കും പൊസിഷണൽ സൈനുകളുണ്ട്, പ്ലേസ് സൈനുകളുണ്ട്. ഇനി അടുത്തത്, ഒരു മെട്രിക്സിനെ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പല വഴികളുണ്ട്. ഒന്ന്, റോയിലൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്, റോ എക്സ്പാൻഷൻ. ഓക്കെ, രണ്ടാമത്തെ വഴി കോളം എക്സ്പാൻഷൻ. ഓക്കെ, റോയിലൂടെ എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും, കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്തും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെ, ഇവിടെ നമുക്ക് ആദ്യമേ ഉള്ളത് ഫസ്റ്റ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് റോയിലൂടെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ, ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ശരി, അപ്പം നമുക്ക് ആദ്യമേ ഫസ്റ്റ് റോയിലൂടെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ സൂക്ഷിച്ച് നോക്കണം. ഓക്കെ, ആദ്യമേ ഞാൻ ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് എഴുതും. ഓക്കെ, ഈ 1ൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്? പോസിറ്റീവ്. 2ൻ്റെ പ്ലേസ് വാല്യൂ നെഗറ്റീവ്. 4ൻ്റെ പ്ലേസ് വാല്യൂ പോസിറ്റീവ്. ഓക്കെ, ശരി. ഇനി നോക്കിക്കേ, ആദ്യമേ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എലമെൻ്റ് എടുക്കുന്നു, 1 ഇൻറ്റു, ശേഷം
അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോസും കോളംസും, ഇപ്പോൾ 1 എന്നൊരു എലമെൻ്റ് എടുത്താൽ 1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1നോട് നിൽക്കുന്ന റോസും 1നോട് നിൽക്കുന്ന റോസും 1നോട് നിൽക്കുന്ന കോളംസും ഞാൻ പൊത്തിപ്പിടിക്കുന്നു. ഓക്കെ, ഞാൻ അടച്ചു പിടിക്കുന്നു. പിന്നെ കിട്ടുന്ന ഒരു 2x2 മെട്രിക്സ് ഇല്ലേ, പിന്നെ കിട്ടുന്ന നമ്മുടെ 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? 3 × 0 - 1 × 0. അതുകൊണ്ട് എഴുതുക 3 × 0 - 1 × 0. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്ലേസ് വാല്യൂ എന്താ? 1ൻ്റെ പ്ലേസ് വാല്യൂ പ്ലസ് ആണ്, അതുകൊണ്ട് ഞാനത് പ്ലസ് തന്നെ കിട്ടും. അടുത്ത നമ്പർ ഏതാ? അടുത്ത നമ്പർ 2 ആണ് അല്ലേ. 2ൻ്റെ പ്ലേസ് വാല്യൂ എന്താ? 2ൻ്റെ പ്ലേസ് വാല്യൂ പ്ലസ് 2ൻ്റെ പ്ലേസ് വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്തെഴുതും? -2 കേട്ടോ. ഇവിടെ -2 ആയിരുന്നെങ്കിൽ -2 എന്ന് വന്നേനെ, -2. ഇവിടെ 2 ആയതുകൊണ്ട് -2 ഇൻറ്റു 2ൻ്റെ റോയും കോളവും. 2ൻ്റെ കോളം താണ്ടേ, 2ൻ്റെ റോ താണ്ടേ. 2ൻ്റെ റോയും കോളവും ഞാൻ അടച്ചു പിടിക്കുന്നു. ഓക്കെ, 2ൻ്റെ റോയും കോളവും ഞാൻ അടച്ചു പിടിച്ച് കഴിയുമ്പോൾ കാണുന്ന 2x2 മെട്രിക്സ് ഉണ്ടല്ലോ. ആ 2x2 മെട്രിക്സിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. -1 × 0 -4 × 0. ഓക്കെ, അപ്പോൾ 2ൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് ഏത് എലമെൻ്റാണ് ഉള്ളത്? 4ഉം കൂടെ ഉള്ളൂ. അപ്പോൾ ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്. അപ്പോൾ +4 ഇൻറ്റു 4ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളവും 4ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും പൊത്തിപ്പിടിക്കുക. ബാക്കി എന്താ കാണുന്നത്? ഒരു 2x2 മെട്രിക്സ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് -1 × -1 -4 × 3. ഓക്കെ, ഇത്രയും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനൻ്റ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നമുക്ക് കിട്ടും. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം എത്ര കിട്ടുമെന്ന്. 1 × 3 × 0 -1 × 0 എന്ന് പറയുന്നത് 0 ആണ്. -2 × 1 -1 × 0 -4 × 0 എന്ന് പറയുന്നത് 0 ആണ്. +4 × -1 അല്ലേ, -1 -12 എന്ന് പറഞ്ഞാൽ which is equal to 4 × -13 which is equal to -52 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ശരി, അതാണ് എക്സ്പാൻഡിങ് ത്രൂ ദി ഫസ്റ്റ് റോ. ഇനി അടുത്തത് എക്സ്പാൻഡിങ് ത്രൂ ദ സെക്കൻഡ് റോ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ റോയിലൂടെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റോയിലൂടെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ, അപ്പം രണ്ടാമത്തെ റോയിലെ പ്ലേസ് വാല്യൂസ് പറഞ്ഞേ 2ഉം 1ഉം എന്ന് പറയുമ്പം നെഗറ്റീവ്. ഇപ്പം ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, നമുക്ക് ഈ പൊസിഷൻ സൈൻസ് ഓർത്ത് വെക്കണം നിർബന്ധമില്ല. ആ പൊസിഷൻ സൈൻസ് ഓർത്ത് വെക്കുന്നതിന് പകരമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്ത്, അതിന് പകരം നിങ്ങൾ ഇത് ശ്രമിച്ച് നോക്കൂ. ഇത് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഒരു 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് പ്ലേസ് വാല്യൂസ് 3 ഡിറ്റർമിനൻ്റ് ഞാൻ ഡിറ്റർമിനൻ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ കൂടുതൽ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു 3x3 ഡിറ്റർമിനൻ്റ് പ്ലേസ് വാല്യൂസ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് 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 മൈനസ്. ഇത് മാത്രം ഓർത്ത് വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 2+1 ഇവിടെ 2+1 3 ആണോ, 3 ആണെങ്കിൽ മൈനസ് ആണോ ഒന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് എപ്പോഴും ഫിക്സ്ഡ് ആണ്. ഓക്കെ, മാറത്തില്ല. അപ്പോൾ ഇത് മാത്രമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതാ? ഇത്ര സാധനം. ഓക്കെ, ശരി, നമുക്ക് തുടങ്ങാം. ശരി, അപ്പോൾ ഇനി സെക്കൻഡ് റോയിലൂടെ വേണം നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ. ഇതാണ് നമ്മുടെ സെക്കൻഡ് റോ. സെക്കൻഡ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പം എന്ത് വരും എന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? സെക്കൻഡ് റോ. അപ്പോൾ ഇതിന് പൊസിഷൻ വാല്യൂഷൻ ഏതാണ്? ഇവിടെ മൈനസ് ആയിരിക്കും, ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആയിരിക്കും. ഓക്കെ, അപ്പം ആദ്യമേ മൈനസ് പ്ലേസ് വാല്യൂ എഴുതി അവിടെയുള്ള നമ്പർ എഴുതുക. -1 ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള -1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ഇതാണ് അതിൻ്റെ റോ. -1ൻ്റെ ഇതാണ് അതിൻ്റെ കോളം. ഇനി -1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ഇതാണ് കിടക്കും. -1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം. അത് രണ്ടും മൂടി വെച്ച് കഴിയുമ്പോൾ കിട്ടുന്ന
മെട്രിക്സ് ഈ 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 2 × 0 0 മൈനസ് 4 × 1 4. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. അടുത്ത ഏതാ 3യിൽ പൊസിഷൻ മൈനസ് പ്ലസ് മൈനസാണ്. അപ്പം ഇവിടെ നടക്കുന്ന പൊസിഷൻ എന്താ +3 ഇൻറ്റു ഓക്കെ +3 ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് കോളം +3യുടെ കറസ്പോണ്ടിങ് കോളം +3യുടെ കറസ്പോണ്ടിങ് റോ മൂടി വെച്ചു. എനിക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 × 0 0 മൈനസ് 4 × 4 16. ഓക്കെ, അടുത്ത ലാസ്റ്റ് വൺ എന്താ 0 ആണ്. അത് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താലും കുഴപ്പമില്ല, കാരണം അവസാനത്തെ എലമെൻറ്റ് 0 ആണ്. അപ്പം അത് മൈനസ് പ്ലസ് മൈനസ് അത് എന്ത് തന്നെയാണേലും -0 ഇൻറ്റു സംതിങ് ആയിരിക്കും. 0 ഇൻറ്റു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 0 ഇൻറ്റു 1 - 8 ആയിരിക്കും. അത് ഏത് തന്നെയാണെങ്കിലും അത് 0യുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് 0 ആയിരിക്കും, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. -1 എന്ന് പറയാം 1 ഇൻറ്റു -4 +3 ഇൻറ്റു -16 -0. ഓക്കെ, അപ്പോൾ -4 -16 × 3 -48 -4 -48 ഈസ് ഈക്വൽ ടു -52. അപ്പോൾ ഫസ്റ്റ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്തപ്പോഴും സെക്കൻഡ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്തപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? സെയിം ഡിറ്റർമിനൻറ്റ് വാല്യൂ തന്നെയാണ് കിട്ടിയത്. ഓക്കെ, ഇനി ഫസ്റ്റ് കോളത്തിലൂടെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ നേരെ നിങ്ങൾക്ക് പ്ലേസ് സൈനുകൾ എഴുതുകയാണ്. ഇത് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൻ്റെ പ്ലേസ് സൈനുകൾ എന്തൊക്കെയാണ്? പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്ലസ് പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, ഫസ്റ്റ് നമ്പർ 1 +1 ആണ്. അപ്പോൾ 1 ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് റോസും കോളംസും മാറ്റി വെക്കുക. ബാക്കി എന്താണ്? 3 × 0 0 -0. ഓക്കെ, അടുത്ത എലമെൻ്റ് ഏതാ? -1. മൈനസ് ഓൾറെഡി ഉണ്ട്. സോറി ഓക്കെ, അപ്പോൾ 1ൻ്റെ ഒന്നുകൂടെ ചെയ്യാവേ. 1ൻ്റെ കറസ്പോണ്ടിങ് റോസും കോളംസും വായിക്കുമ്പോൾ 3 × 0 3 0 -0 0 -0. അത് കഴിഞ്ഞിട്ട് അടുത്ത പൊസിഷൻ എന്താണ്? -1. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വാല്യൂസ് പ്ലസ് മൈനസ് പ്ലസ് എന്നല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, പൊസിഷൻ വാല്യൂ ആയിട്ടുള്ള മൈനസ് ഉണ്ട്. ഓൾറെഡി ഇവിടെയുള്ള നമ്പർ ഏതാ? അത് -1 ആണ്. ഇൻറ്റു -1ൻ്റെ റോസും കോളംസും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 2 × 0 0 -4 × 1 4. ഓക്കെ, ഇനി അടുത്ത അവസാനത്തെ നമ്പർ 4 ആണ്. +4, കാരണം പൊസിഷൻ വാല്യൂ പ്ലസ് ആണ്. +4 ഇൻറ്റു 4ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോസും കോളംസും നമുക്ക് കളയാം. 4ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോസും കോളംസും കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഈ മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 2 × 0 0 3 × 4 12 -12. കണ്ടുപിടിക്കാം. 1 ഇൻറ്റു 0 - 0 എന്ന് പറയുന്നത് 0 ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് 1 ഇൻറ്റു -4 പ്ലസ് 4 ഇൻറ്റു -12. ഓക്കെ, അപ്പോൾ -4 -12 × 4 -48 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു -52. യെസ്, നമുക്കതും സെയിം ആയിട്ട് തന്നെയാണ് കിട്ടിയത്. ദ ഡിറ്റർമിനൻറ്റ് ത്രൂ ദി ഫസ്റ്റ് കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്തപ്പോഴും നമുക്ക് സെയിം ആയിട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കുറച്ച് ടേക്കിങ്സ് ഉണ്ട്, അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. എന്താണ്? എക്സ്പാൻഡിങ് എ ഡിറ്റർമിനൻറ്റ് അലോങ് ഇറ്റ്സ് റോ ഓർ കോളം ഗിവ്സ് ദ സെയിം വാല്യൂ. റോയിലൂടെയും കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്താലും സെയിം വാല്യൂ കിട്ടത്തുള്ളൂ. ഫോർ ഈസിയർ കാൽക്കുലേഷൻസ് വി ഷാൽ എക്സ്പാൻഡ് ദ ഡിറ്റർമിനൻറ്റ് അലോങ് ദ റോ ഓർ കോളം വിത്ത് മാക്സിമം നമ്പർ ഓഫ് സീറോസ്. ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ള റോയിലൂടെയോ കോളത്തിലൂടെയോ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കാരണം വെച്ചാൽ ഇതിനകത്ത് നമ്മൾ കാണാത്ത ഹിഡൻ ആയിട്ട്
ഒരു കോളം ഉണ്ട്, അതിനകത്ത് ഏറ്റവും മാക്സിമം സീറോസ് ഉണ്ട്. ഏതാ കോളം? തേർഡ് കോളത്തിൽ 2 സീറോയും ഒരു 4 ഉള്ളൂ. ആ കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം എന്നാണ് ഇവർ പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ കോളത്തിൻ്റെ പൊസിഷൻ സൈൻസ് എന്തൊക്കെയാണ് വരുന്നത്? പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പം പ്ലസ് മൈനസ് പ്ലസ് തന്നെയാണ് അതിൻ്റെ പൊസിഷണൽ വാല്യൂസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 4 ഇൻറ്റു 4ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളവും എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് -1 -12. ഓക്കെ, അടുത്ത വാല്യൂസ് ഏത് തന്നെ ആയാലും കുഴപ്പമില്ല. എന്തുകൊണ്ടാണ്? ഇത് ശരിക്കും പ്ലസ് മൈനസ് പ്ലസ് ആണ്, പക്ഷെ 2 വാല്യൂ എന്താ? 0യാണ്. അപ്പം -0 ഇൻറ്റു സംതിങ് എന്തെങ്കിലും ആയിക്കോട്ടെ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 0 ഇൻറ്റു 1 -8 എന്ന് വരും. അതെന്ത് തന്നെയാണെങ്കിലും അത് എന്തുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അത് 0 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി 0 ആയി പോകും. +0 ഇൻറ്റു സംതിങ് എന്നാണെങ്കിൽ അറിയേണ്ട ആവശ്യമില്ല, അതെന്തായാലും 0 ആയി പോകും. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ എനിക്ക് ആൻസറായി, വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു -1 -12 എന്ന് പറയുന്നത് -13. ഇപ്പോൾ 4 ഇൻറ്റു -13 വിച്ച് ഈസ് ഈക്വൽ ടു -52. ആൻസറായി. മനസ്സിലായോ? അപ്പോൾ ഏത് റോയിലൂടെ ഏത് കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഏറ്റവും കൂടുതൽ 0 ഉള്ള റോയിലൂടെ അല്ലെങ്കിൽ കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ഇതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകിൽ ഫസ്റ്റ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് കോളം എങ്ങനെ വേണം എക്സ്പാൻഡ് ചെയ്യാം. പക്ഷേ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ള റോസിലൂടെയോ കോളത്തിലൂടെയോ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ സെക്കൻഡ് റോയിൽ നമുക്ക് കാണാം ഇതിൽ മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സയൻസ് നമുക്കൊന്ന് ഇപ്പോൾ നോക്കാം. എങ്ങനെ വരും? ഇത് പ്ലസ് മൈനസ് പ്ലസ്, ഇത് മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സീറോസ് ആയതുകൊണ്ട് ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് മൈനസ്, അപ്പോൾ -1 ഇൻറ്റു കറസ്പോണ്ടിങ് റോസും കോളംസും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഏതൊക്കെയാണ്? ഇത്രയും, വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു -5 -15 -3 ഇൻറ്റു -1 എന്ന് പറഞ്ഞത് -3. ഓക്കെ, ഈ പൊസിഷണൽ വാല്യൂസിന് മാത്രമേ നമ്മൾ ഇത് നോക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 ഇൻറ്റു -15 + 3 വിച്ച് ഈസ് ഈക്വൽ ടു -12 എന്ന് ആൻസർ വരും. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ടോട്ടൽ സീറോസിൻ്റെ എണ്ണം ഇല്ല, സീറോസേ ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു റോയിലൂടെ കോളത്തിലൂടെ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. നമുക്ക് ഫസ്റ്റ് റോയിലൂടെ തന്നെ കണ്ടുപിടിക്കാം. പ്ലസ് മൈനസ് പ്ലസ്, അപ്പം +3 ഇൻറ്റു കറസ്പോണ്ടിങ് റോയും കോളവും കളയുമ്പോൾ ഇത് വിച്ച് ഈസ് ഈക്വൽ ടു 1 -6. ഓക്കെ, അടുത്തത് നടുക്കത്തെ -4 വിച്ച് ഈസ് ഈക്വൽ ടു ഇത് മൈനസ് ആണ്. ഓക്കെ, -4 ഇൻറ്റു റോയും കോളവും കളയുമ്പം 1 -4. അടുത്തത് ഇവിടെ എന്താണ്? +5 ഇൻറ്റു കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോസും കോളംസും കളയുക. ബാക്കി 3 - 2 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 7 +4 ഇൻറ്റു 5 +5 which is equal to 21 + 20 + 5 which is equal to 46 എന്ന ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇത് എന്ത് ടൈപ്പ് മെട്രിക്സാണ്? ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആണ്. ഇനി സൂക്ഷിച്ച് നോക്കുകയാണെ, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ -1, ഇവിടെ 2 ആണെങ്കിൽ ഇത് -2, ഇവിടെ -3 ആണെങ്കിൽ ഈ +3. ഇത് എന്ത് ടൈപ്പ് മെട്രിക്സാണ്? ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, സ്ക്യൂ സിമെട്രിക്. അപ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈസ് ഓൾവേസ് 0. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈസ് ഓൾവേസ് 0. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പ്ലസ് മൈനസ് പ്ലസ്, അപ്പം 0ൻ്റെ കൂട്ടണ്ട. -1 ഇൻറ്റു റോയും കോളവും കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 -6. ഓക്കെ, അടുത്തത് പിന്നെ
+2 ഇൻറ്റു റോയും കോളവും കഴിഞ്ഞാൽ പിന്നെ -3 -0 വിച്ച് ഈസ് ഈക്വൽ ടു -1 എന്ന് പറയുമ്പം +1 ഇത് -6 വരും പ്ലസ് -6 എവിടെ തെറ്റിപ്പോയിട്ടുണ്ടല്ലോ 2 ഇൻറ്റു 3 ഇൻറ്റു -1 -3 -0 വിച്ച് ഈസ് ഈക്വൽ ടു -6 1ൻ്റെത് -1 ഓ ഇവിടെ 1 ആണല്ലേ സോറി തെറ്റിപ്പോയി ഇവിടെ 1 ആണ് അപ്പം പ്ലസ് മൈനസ് പ്ലസ് ഇപ്പോൾ -1 ഞാൻ മൈനസ് ഓഫ് മൈനസ് എടുത്തു ഓക്കെ ഇത് കറക്റ്റ് മൈനസ് ഓഫ് മൈനസ് പറയുമ്പോൾ ഈ മൈനസും ഈ മൈനസും കൂടെ ചേരുമ്പോൾ എന്താവും +6 ഇവിടെ എന്ത് വരും -6 വിച്ച് ഈസ് ഈക്വൽ ടു 0 ഏത് റോയിലൂടെ ഏത് കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്താലും നമുക്ക് 0 കിട്ടത്തുള്ളൂ കാരണം ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ഈസ് ഓൾവേസ് 0 ഇവിടെ നമുക്ക് സ്പെഷ്യൽ കേസസ് ഒന്നും പറയാൻ പറ്റത്തില്ല നേരെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക ഫസ്റ്റ് 0യിലൂടെ കണ്ടുപിടിക്കാം എന്നാലും ഞാൻ ഫസ്റ്റ് റോയിലൂടെ തന്നെ കണ്ടുപിടിക്കുക 2 ഇൻറ്റു റോയും പറയുമ്പം 0 -5 ഓക്കെ അടുത്തത് മൈനസ് ഓഫ് മൈനസ് -1 ഇൻറ്റു -0 -3 ഓക്കെ അടുത്തത് -2 ഇൻറ്റു 0 -6 is equal to 2 - 5 -10 plus 1 into +3 -2 into -6 is equal to -10 plus 3 plus 12 15 minus 10 which is equal to 5 and answer. Okay. റൈറ്റ് അടുത്തൊരു ചോദ്യം പെട്ടെന്ന് ഇതിപ്പോൾ ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ കാര്യം പിടികിട്ടിയല്ലോ ഒരു 3/3 മെട്രിക്സ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ആ 3/3 മെട്രിക്സിനകത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ തരുവാണ് ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് 3a. ഇപ്പം ഡിറ്റർമിനന്റ് ഓഫ് 3a ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് 3 ഒരു കോൺസ്റ്റൻ്റ് ആണ് 3 വെളിയിൽ എഴുതുക 3 ഇൻറ്റു 3n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് നമുക്ക് അതിനെ എഴുതാൻ പറ്റും 3n എന്ന് പറയുമ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്താ ആ തേർഡ് ഓർഡർ മെട്രിക്സ് ആകുമ്പം ഇവിടെ എന്നിൻ്റെ വാല്യൂ 3 ആയിരിക്കും ഓക്കെ അപ്പോൾ എന്ത് വരും അത് 3³ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരിക്കും വിച്ച് ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ. നിങ്ങൾക്ക് 1 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. സപ്പോസ് ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ മെട്രിക്സ്. ഒരു സെക്കൻഡ് ഓർഡർ മെട്രിക്സ് ആണ്, ഒരു 2/2 മെട്രിക്സ് ആണ്. എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് 4a. ഡിറ്റർമിനന്റ് ഓഫ് 4a കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാം. ഡിറ്റർമിനന്റ് ഓഫ് 4a കണ്ടുപിടിക്കാനായിട്ട് അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്ത് കണ്ടുപിടിക്കാം, നമുക്കിത് പറയാൻ പറ്റും. ഇത് 4n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്, വേർ n ഈസ് ദ ഓർഡർ ഓഫ് ദി മെട്രിക്സ്. എന്താ ഈ മെട്രിക്സിൻ്റെ ഓർഡർ? 2/2 ആണ് എൻ്റെ ഓർഡർ. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? 4^2. അപ്പം എന്നിൻ്റെ വാല്യൂ 2 ആയിരിക്കുന്നു. 4^2 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ, 4² എന്താ 16 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരിക്കും. ഓക്കെ, കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടെയും സെയിം കാര്യം, ഇവിടെ n 2 ആണ്. അപ്പം ഡിറ്റർമിനന്റ് ഓഫ് 2a എന്ന് പറയുമ്പം 2n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ, 2n ഡിറ്റർമിനന്റ് ഓഫ് എ, അല്ലെങ്കിൽ 2n വാല്യൂ എന്താണ്? 2² ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ, അല്ലെങ്കിൽ 4 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആദ്യമേ ചെയ്യേണ്ടത് എന്താ? LHS എന്താ? ഡിറ്റർമിനന്റ് ഓഫ് 2a. അപ്പോൾ ആദ്യമേ എന്ത് കിട്ടണം? 2a കിട്ടണം. 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 2, 4, 8, 4. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് 2a ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 4 ഇൻറ്റു 8 മൈനസ് 8 4 സാർ 32. അപ്പം എത്ര വരും? -24. ശരിയല്ലേ? -24. ഇനി 4 ഇൻറ്റു RHS. ആദ്യമേ 4 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഡിറ്റർമിനന്റ് ഓഫ് എ ആദ്യം കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് ഓഫ് എ എന്താ?
2 മൈനസ് 8 2 മൈനസ് 8 വിച്ച് ഇസ് ഈക്വൽ ടു -6. അടുത്തത് 4 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ അല്ലെങ്കിൽ 4 ഇൻറ്റു -6 വിച്ച് ഇസ് ഈക്വൽ ടു -24. കിട്ടിയില്ലേ? ഡിറ്റർമിനൻ്റ് ഓഫ് 2a ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ. രണ്ടും സെയിം ആയിട്ട് കിട്ടിയില്ലേ? അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്. എങ്ങനെയാണ് തുല്യമായിട്ട് വന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാമല്ലോ. 3a എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ്, അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. 4a മെട്രിക്സ് ഓഫ് ഓർഡർ 4x4. ഒരു 4x4 മെട്രിക്സ് എ, ഒരു 4x4 മെട്രിക്സ് എ അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് 3a കാണുക. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 3n ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ. എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? എന്നിൻ്റെ വാല്യൂ 4 ആയിരിക്കും. 3/4 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ അല്ലെങ്കിൽ 3/4 എന്ന 81 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിറ്റർമിനൻസിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോകും.